ഇറാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകളും കുറേ നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിനും അമേരിക്കയും ലക്ഷ്യമിട്ടാണ് ഇറാൻ പടയൊരുക്കം നടത്തുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്നത് ഇറാനാണ്. ഗസയിലെ ഹമാസിന് മാത്രമല്ല, ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും പിന്തുണ നൽകുന്നത് ഇറാനാണ്. ചെങ്കടലിൽ ഹൂതികൾ ഇസ്രയേലിന്റെയും യുഎസിന്റെയും കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ താൽക്കാലികമായി ചെങ്കടൽ ആക്രമണം ഹൂതികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ തുടങ്ങിയതോടെ ചെങ്കടലിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേലിന് മാത്രമല്ല, യുഎസിനും ഈ ഗ്രൂപ്പുകൾ വലിയ തലവേദനയാണ്. അതോടെയാണ് ഈ ഗ്രൂപ്പുകളെ തകർക്കാനുള്ള നീക്കവുമായി ഈ രാജ്യങ്ങൾ മുന്നോട്ടുപോയത്. മായാവികളെപ്പോലെയാണ് ഈ സായുധ ഗ്രൂപ്പുകൾ. ഹമാസിന്റെ കാര്യമെടുക്കാം. 15 മാസത്തോളം കിണഞ്ഞു ശ്രമിച്ചിട്ടും ഗാസ ഇടിച്ചു നിരത്തിയിട്ടും ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്തിട്ടും ഹമാസിനെ തളർത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്താണൊരു വഴി? ഇറാനെ തകർക്കുകയാണ് ഏക വഴി. അതിലൂടെ ഈ ഗ്രൂപ്പുകളെ അനാഥമാക്കാമെന്നാണ് ട്രംപും നെതന്യാഹുവും കണക്കുകൂട്ടുന്നത്. മാത്രമല്ല, ഇറാൻ ആണവരാജ്യമാകുന്നതും ഇരുകൂട്ടരും ഭയപ്പെടുന്നു. ആണവായുധമെന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ വളരെ വേഗം നടന്നു നീങ്ങുകയാണെന്നും യുഎസിനും ഇസ്രയേലിനും അറിയാം. ഇറാനെ തകർക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇപ്പോഴിതാ ഈ ഊഹാപോഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎസ്. സെന്റർ ലിൻസെ ഗ്രഹാമാണ് ഇതു സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ട് സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് ഗ്രഹാം വ്യക്തമാക്കിയത്. ചർച്ചകളേക്കാൾ സൈനിക നീക്കമാണ് ഉചിതമെന്നാണ് സെനറ്ററുടെ അഭിപ്രായം. ഇറാനെതിരായി ഇസ്രായേലും യുഎസും മുന്നറിയിപ്പ് ആവർത്തിക്കുന്നതിനിടെയാണ് സെന്ററുടെ പരാമർശങ്ങൾ വരുന്നത്. എന്നാൽ ഈ ഭീഷണികൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ ഇറാൻ മറുപടിയും നൽകുന്നുണ്ട്. ഏതാക്രമണവും പ്രതിരോധിക്കാനുള്ള ശേഷി ഇറാനുണ്ടെന്നും പരമോന്നത നേതാവ് ഖമേനി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാനും വൻ പ്രഹരശേഷിയുള്ള ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. ഇസ്രയേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ഇറാന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫാദവിയാണ് ആക്രമണ പദ്ധതി പുറത്തുവിട്ടത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നു പേരിട്ട ആക്രമണ പദ്ധതിയെ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ശരിയായ സമയത്ത് ആക്രമണമുണ്ടാകുമെന്നും അൽ ഫാദവി വ്യക്തമാക്കി. ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രയേലിൽ ഇറാൻ നേരിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുഎസ് പിന്തുണയോടെ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് ആക്രമണങ്ങൾക്ക് പിന്നാലെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. ഇറാന് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പരമോന്നത നേതാവ് ഖമേനി തിരിച്ചടിച്ചത്. ഇറാനുമായും അതിന്റെ പ്രാദേശിക സായുധ സഖ്യകക്ഷികളുമായും 15 മാസം നീണ്ട സംഘർഷത്തിൽ മേഖലയിൽ ഇസ്രായേൽ മേൽക്കൈ നേടുകയാണ് ചെയ്തത്. ഒക്ടോബർ 26-ന് ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണം ഇറാന്റെ പ്രതിരോധം ദുർബലപ്പെടുത്തിയെന്നാണ് യുഎസും ഇസ്രയേലും വീമ്പ് പറഞ്ഞത്. അതിനിടയിലാണ് മൂന്നാമത്തെ ആക്രമണ പദ്ധതി വിശദീകരിച്ച് ഇറാന്റെ മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ രംഗത്ത് വന്നത്. ഇറാൻ അതിന്റെ തുടക്കം മുതൽ ശത്രുക്കളുടെ ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചതായി ഫാദവി പറഞ്ഞു. അതിനിടെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഈജിപ്തുമെത്തി. ഗാസ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷവും തീവ്രമാകുന്നത്. ഈജിപ്തിന്റെ സൈനിക ശക്തിയെ ഇസ്രായേൽ വില കുറച്ചു കാണരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈജിപ്തിലെ നിയമസഭാംഗം മുസ്തഫ ബക്രി. ഈജിപ്തിന്റെ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് ടെല്ലവീവ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഏതു സുരക്ഷാ ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യതയുള്ളതായി ഇസ്രായേൽ മാധ്യമങ്ങൾ സൂചന നൽകിയിരുന്നു. പിന്നാലെയാണ് ശക്തമായ പ്രതികരണവുമായി മുസ്തഫ ബക്രി എത്തിയത്. ഈജിപ്തിനെതിരെ സൈനിക നടപടിയുമായി വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലിന് ബക്രി മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈജിപ്തിൽ ഉയരുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിലെ നാസിബ് വെബ്സൈറ്റിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈജിപ്തിനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേൽ വെബ്സൈറ്റ് ഒരു സാങ്കല്പിക സൈനിക സാഹചര്യമാണ് പ്രസിദ്ധീകരിച്ചത്. യുദ്ധത്തിൽ ഈജിപ്തിലെ ഹൈഡാമിൽ ഒരു ആക്രമണമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സാങ്കല്പികമായി അവതരിപ്പിക്കുന്നത്. ഇത് അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധമുയർത്തി. ഒപ്പം ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. സൈനിക വിശകലനം നടത്തുന്ന വെബ്സൈറ്റാണ് നാസിബ്. ബങ്കറിനെ തകർക്കുന്ന മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് അണക്കെട്ട് പൊളിക്കുകയോ ഭാഗികമായി തകർക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വിശകലനത്തിൽ പറയുന്നത്. ഇത് വിനാശകരമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം നൈൽ താഴ്വരയിലൂടെ കുതിക്കും. ലക്സർ, അസ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും.
അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കും, റിപ്പോർട്ടിൽ പറയുന്നു. നാവിസ് റിപ്പോർട്ട് അനുസരിച്ച് അണക്കെട്ടിന്റെ തകർച്ച സൈനിക താവളങ്ങളെയും വ്യാവസായിക സൗകര്യങ്ങളെയും ഇല്ലാതാക്കും. വിശാലമായ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ആദ്യ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. 20 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള കെയ്റോയെ വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഈജിപ്തും രംഗത്തെത്തിയത്.